ഇതാണോ ബ്രേക്ക്? അത് ബ്രേക്ക്. ബൈക്ക് പോലെ തന്നെ. കേറിടുക, വീഴത്തൊന്നുമില്ല, പേടിക്കണ്ട. ഇത് പിടിക്കണമായിരുന്നു. അത് പിടിക്കണല്ലേ? ഞാൻ ഈ പോളിടെക്നിക്കിൽ പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് വെച്ചല്ല. എന്നിട്ട് ഇങ്ങനെ ചവിട്ടണം. അതെങ്ങനെ? ആക്സിലേറ്റർ കൊടുക്കുക. എന്താടാ? ആക്സിലേറ്റർ. ഓ, ഇങ്ങനെ തിരിക്കണം. ഓ സോറി, ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. തോന്നക്കൽ പഞ്ചായത്തിൽ ഓരോരോ ഞാൻ കറക്കി. അതായത് ഉത്തമ, ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞു. സ്റ്റാർട്ടായി. ക്ലച്ച് ഫുള്ള് പിടിക്കുക. എന്നിട്ട് ഇത് പതിയെ ഒരു മീഡിയത്തിൽ നിർത്തിയിട്ട് പതിയെ കൈ ഗിയറിട്ടാ വണ്ണം കെട്ട ക്ലച്ച് കുഴിച്ചെടുപ്പം ഗീർ വലിച്ചു വരെടുക്കണം. ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? പോർഷെ വരെ ഉണ്ടാക്കുന്ന ഒരു മലയാളി പയ്യൻ നമ്മുടെ ചേർത്തലയിലുണ്ട്. ആളെ കാണാൻ വന്നേക്കുവാണ്. കാണിച്ചുതരാം. വണ്ടി ഓടില്ല. അടിച്ചു പോയി. ഇതാണ് നമ്മുടെ സുഡു. സുഡു എന്നല്ലല്ലോ ശരിക്കും പേര്, രാകേഷ്. എന്തുകൊണ്ടാ സുഡൂസ് കസ്റ്റംസ് എന്നുള്ള ഒരു പേര് വന്നേ? സുഡു എന്ന് വീട്ടിൽ വിളിക്കണവരെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ സുഡൂസ് കസ്റ്റം എന്ന് പറഞ്ഞിട്ട് പേര്. ഏതൊക്കെ ലക്ഷറി കാറുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്? ഇവിടെ കുറെ വണ്ടി ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്ലിക്കായത് ബീറ്റിൽ ചെയ്തപ്പോഴത്തേക്കും. അത് അതാണ് ഭയങ്കര വൈറലായില്ലേ? പോർഷെ ചെയ്തു. പോർഷെ 911 എന്ന് പറഞ്ഞുള്ള വണ്ടി ചെയ്തു. ഷെൽബി കോബ്ര ചെയ്തു. ഇപ്പൊ ഒരു ഫെരാരിയുടെ വണ്ടി ചെയ്യുന്നുണ്ട്. ഫെരാരി ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, ചെറിയ വണ്ടി, പഴയ വണ്ടി ചെയ്യുന്നുണ്ട്. കൂടുതലും പാർക്കിലേക്കുള്ള വണ്ടികളാണ്. പെർഫെക്ഷൻ ഇല്ലാത്ത ചെറിയ വണ്ടിയുടെ സാമ്യം തോന്നുന്ന രീതിയിലുള്ള ചെറിയ വണ്ടികൾ. പിന്നെ ഒറിജിനൽ സൈസ് പോലെ തോന്നുന്നത് ഈ 3-4 വണ്ടികളൊക്കെ ചെയ്തിട്ട്. ഇതൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ചെയ്തതാണ്. ആദ്യമൊക്കെ ഇഷ്ടത്തിന്റെ പുറത്തായിരുന്നു. പിന്നെ ഇപ്പൊ ഇതൊരു വരുമാനം ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്തു കൊടുക്കുക? അല്ലെങ്കിൽ പാർക്കിലേക്കും ഇപ്പൊ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടമുള്ള ആള് വണ്ടിപ്രാന്തന്മാരുടെ റെസ്റ്റോറൻറ്റ്സിലാണ് അങ്ങനെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ മിനിയേച്ചർ ഒക്കെ ചെയ്തു വെക്കുക. ചിലപ്പോ അംബാസഡർ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ചെറിയ വണ്ടികൾ കൂടുതലും വരുന്നത് പാർക്കിലേക്കുള്ള. പിന്നെ പിള്ളേർക്ക് ഓടിക്കാനായിട്ട് ഫാമിലി തന്നെ പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ചിലരൊക്കെ ഒറിജിനൽ സൈസ് വണ്ടി, ഈ കളക്ഷനുള്ള ആൾക്കാരൊക്കെ ഇല്ല, അവർക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആ വണ്ടി ചെയ്തിട്ട് അവരുടെ കളക്ഷനിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഷോപ്പിൽ വിൻറ്റേജ് വണ്ടി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻറ്റേജ് വണ്ടി കട്ട് ചെയ്ത പോലെ ചെയ്യണത്, അതിന് കിട്ടാത്ത വണ്ടി. ഇപ്പൊ ഈ ഒരു ചെയ്തേക്കണ ട്രക്ക് എന്ന് പറഞ്ഞാൽ ഫോർഡിന്റെ ഒരു പഴയ മോഡൽ ട്രക്കാണ്. അപ്പൊ ഇത് കിട്ടിയാലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട്. ഇപ്പൊ അവര് പറയോ അപ്പൊ ഡിസൈൻ ഒക്കെ? അല്ലെങ്കിൽ രാകേഷ് തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളും തപ്പി എടുക്കും? അങ്ങനെയല്ല, ചിലതൊക്കെ മിക്കവാറും ആൾക്കാർ തന്നെ അവരുടേതായ ഒരു ഡിസൈൻ കൊണ്ടുവരും. പിന്നെ നമ്മുടെ ഐഡിയ കൂടെ ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ ചെറിയ രൂപമാറ്റമോ വരുത്തിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ ഇപ്പോ ഏത് തരത്തിലുള്ള വാഹനങ്ങളായിരിക്കും കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലത്? കുട്ടികൾക്ക് ചെയ്യാനായിട്ട് ഇലക്ട്രിക് വണ്ടികളാണ് നല്ലത്. നമ്മൾ ഈ ബൈക്കിന്റെ എഞ്ചിനൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് എല്ലാം വരും. അപ്പൊ ഗിയറൊക്കെ വരുമ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേർക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് കൂടുതൽ ഇലക്ട്രിക് ആണ് ചെയ്യണം. അതാകുമ്പോഴത്തേക്കും റിവേഴ്സ് ഫോർവേഡ് ചെയ്യാൻ ജസ്റ്റ് ബട്ടൺ സ്വിച്ച് ആണ്. പിന്നെ ചുമ്മാ ഒരു ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ ചുമ്മാ നമുക്ക് വേണമെങ്കിൽ ഓടിച്ചോണ്ട് നടക്കാം. ഇപ്പൊ ഈ പോർഷെ ഒക്കെ എത്ര നാളെടുക്കും ഉണ്ടാക്കിയെടുക്കാൻ? അത് പറഞ്ഞപ്പോ അത് ഓർക്കുമ്പോ തന്നെ പേടി, ഒരു അങ്കലാപ്പാണ്. എന്നുവെച്ചാ ഇത് നമ്മള് സാധാരണ പാർക്കിലെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അധികം ഷേപ്പ് വേണമെന്നൊന്നുമില്ല, അങ്ങനെ ചെയ്തു പോവാം. പ്രീമിയം വണ്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ
നല്ല ഫിനിഷിങ് ആയിരിക്കണം. അപ്പോൾ ഒരു സൈഡില് വർക്ക് നമ്മൾ ചെയ്ത് വരുമ്പോൾ അതേപോലെ തന്നെ ആയിരിക്കണം അപ്പുറ സൈഡ്. അപ്പൊ ഈ സാധനം ചെയ്ത് എല്ലാം കണക്കൂട്ടൽ കണ്ണി നോക്കിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഈ സൈഡ് പോലെ തന്നെ ഇപ്പുറ സൈഡ് ആക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ നോക്കി ചെയ്ത് അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ പിന്നെ പൊട്ടിച്ച് രണ്ടാമത് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ താമസം എടുക്കും. പോസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 5 മാസം 6 മാസം ഒക്കെ എടുത്ത് ചെയ്യാനായിട്ട്. അതെങ്ങനെ പോയി കണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോറൂംസിലൊക്കെ പോയിട്ട് കണ്ട് നോക്കിയിട്ടുണ്ടോ? ഫോട്ടോ കുറെ എടുത്ത് നെറ്റിൽ നിന്ന് പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഹോട്ട് വീൽസിന്റെ ചെറിയൊരു ടോയ് കാറുണ്ട്, അത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന. നേരിട്ട് കാണാനായിട്ട് ഇവിടെ വണ്ടി കുറവാണെന്ന് എനിക്ക് തോന്നണം, പഴയ മോഡലായതുകൊണ്ട് ഇല്ലെന്നാണ് എന്റെ ഒരു തോന്നല്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പോർഷയുടെ പേജിലൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ. പേജിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. വെച്ചാ ഈ ചെയ്ത സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഷോറൂമിൽ നിന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു. ഓ അടിപൊളി. അങ്ങനെ പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്യാനായിട്ട് അച്ഛനുണ്ട് അല്ലേ? അച്ഛനല്ല, നമ്മുടെ സുഹൃത്താണ്. അപ്പൊ ഇവരുണ്ട്, പിന്നെ 2-3 പയ്യന്മാരൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ പിന്നെ അന്നേരം ചെറിയ മോഡലൊക്കെ ചെയ്യണം. ഇപ്പൊ ഒരുപാട് ഇങ്ങനെയുള്ള വർക്കൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും 2-3 ചേട്ടന്മാരൊക്കെ കൂടെ ഉണ്ട്. കുട്ടികൾക്കായിട്ട് ഓരോ വണ്ടികളൊക്കെ കസ്റ്റമൈസ് ചെയ്യുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്? കാരണം എന്താന്ന് വെച്ചാൽ ഇരുമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാറുണ്ടല്ലോ. അപ്പൊ ഒരു പോറലായിട്ട് പോലും വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത് എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? കൂടുതലും നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ പിള്ളേർ ഡോർ വഴി. അപ്പൊ അത് മേത്ത് കൊണ്ടാൻ മുറിയാത്ത രീതിയിൽ നമ്മൾ അടിയിൽ ഫോം ഒക്കെ ചെയ്തിട്ടുള്ള, പിന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള രീതിയിലാണ് ചെയ്യണം. പിന്നെ ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള ഭാഗങ്ങൾ കുറവായിരിക്കും കൂടുതൽ. പാർക്കിലേക്കുള്ള വണ്ടികളാകുമ്പോൾ സേഫ്റ്റി കുറച്ച് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ചെയ്തു പോകണം. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്കും അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗത മാക്സിമം കുറച്ചിട്ടൊക്കെയാണ് ചെയ്യണം. ഒരു 20 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 25 കിലോമീറ്റർ സ്പീഡൊക്കെ ഉണ്ടാവുള്ളൂ. കുട്ടികളിൽ അങ്ങനെ ഒരു ക്രേസ് ഇപ്പോഴേ കൊണ്ടുവരണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അപ്പൊ എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെ വരാറുണ്ടോ ഇൻസ്റ്റയിലൊക്കെ? അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്നാലും നമ്മള് പഴയ കാലഘട്ടമല്ലല്ലോ ഇപ്പൊ ഒരുപാട് വണ്ടികൾ വരാൻ തുടങ്ങി. ഇപ്പൊ പിള്ളേരും അതുപോലെയുള്ള ടേസ്റ്റുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കമന്റിൽ ഒന്ന് ഓടിക്കാൻ തരുമോന്ന് ചോദിച്ച് ഒരുപാട് കമന്റ് വരാറ്. അപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടം മാറി ഇപ്പം വണ്ടിയോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് പേരൻസിനും കൂടുതൽ. പിന്നെ കൂടുതലും വന്നത് വിന്റേജ് വണ്ടികളാണ് ചെയ്യണേ. കാരണം അന്ന് പിള്ളേർ, അതായത് എന്റെയൊക്കെ ആ സമയത്തുള്ള ആൾക്കാർക്ക് ഇതിനോട് ഭയങ്കര കമ്മായിരുന്നു. അല്ലാതെ കുഞ്ഞില് എന്നാ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ ടൈമിലുള്ള പിള്ളേർക്കൊക്കെ ഇപ്പൊ കുട്ടികളായിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 90s പഴയ വണ്ടികളൊക്കെയാണ്. പുതിയ വണ്ടികളോട് കൂടുതൽ ആൾക്കാർക്ക് കമ്പം കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് പഴയ വണ്ടികളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എനിക്കും അതാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. ഇവിടെ കളിക്കാനായിട്ട് സുഡുവിന് രാകേഷിന് ഒരു വണ്ടി ഉണ്ട് കളിക്കാൻ വേണ്ടിട്ടല്ലേ? പറയട്ടെ അത് അതെന്താ സംഭവം? നമ്മുടെ ഒരു ബൈക്ക് പഴയത് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചുമ്മാ നമുക്കും എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ, അങ്ങനെ ഒരു വണ്ടി ഒരു 4 വീല് ചെയ്തെടുത്താണ്. ഒരു ATV പോലെ ചെയ്തെടുത്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടി ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തത് ബീറ്റിലാണ്. അത് തന്നെ, അത് അത്രയും വൈറലായതുകൊണ്ടാണ്? വൈറലായതുകൊണ്ടല്ല, അത് നമ്മൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു സിനിമയിലൊക്കെ കണ്ടിട്ട് ഹെർബില് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു വണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് അന്ന് അത് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ മാത്രല്ല ആ ഒരു സാധനം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ കാണുന്ന വർക്ക്ഷോപ്പും ഈ ഒരു ഐഡന്റിറ്റി ഫസ്റ്റ് തുടക്കം. അതായത് ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവം അത് പിന്നീട് ജീവിതമാർഗമാക്കണം എന്നുള്ള രീതിയിലേക്ക് തോന്നിയതാണ്. അങ്ങനെ ആക്കിയതല്ല. എന്നുവെച്ചാൽ ആ ഒരു കാർ ചെയ്തപ്പോഴത്തേക്കുമാണ് യൂട്യൂബ് ചാനലൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ എന്റെ പാഷൻ കൊണ്ട് ചെയ്താണെങ്കിലും എന്നെ പോലെ പാഷനുള്ള കുറെ ആൾക്കാർക്ക് അത് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ എപ്പോഴാണ് ഈ ഒരു ഗാരേജും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ആയി വന്നു. എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്തേ? ആദ്യമൊക്കെ ഇത് ഞാനായിട്ട് പ്രൊമോട്ട് ചെയ്തല്ല, പ്രൊമോഷനായി ഞാൻ പോലും വരാതെ ഞാൻ അങ്ങനെ ചെയ്താന്ന് വെച്ചാ ചെയ്തു തുടങ്ങിയത് ഒരു ജസ്റ്റ് ഒരു നമ്മുടെ ആഗ്രഹത്തിന് പുറത്ത് ചെയ്താ. കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് യൂട്യൂബ് ചാനലും പിന്നെ മനോരമയുടെ അങ്ങനെ കുറെ ചാനലുകളിൽ നിന്നൊക്കെ വന്നായിരുന്നു. അവര് വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എല്ലാരും കാണാൻ അറിയൊക്കെ ചെയ്തത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്റെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സെറ്റ് ആയി വന്നു. ഇപ്പൊ എന്താ പറയാ, വണ്ടിപ്രാന്തൻ എന്നുള്ളൊരു പേര് രാകേഷിനുണ്ടോ? അല്ലെങ്കിൽ അത് നല്ല രീതിയിലും വിളിക്കുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവ് രീതിയിലും വിളിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഏതാ ഇപ്പൊ കേക്ക?
വീട്ടിൽ നിന്നാണെങ്കിൽ നെഗറ്റീവാണ്. പിന്നെ കൂട്ടുകാരുടെ അടുക്കും നാട്ടുകാരുടെ അടുക്കൊക്കെ വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അത് ജോലി ഉണ്ടായിരുന്നിട്ട് ജോലി ഉണ്ടായിരുന്നു. ഇപ്പം ലോങ് ലീവ് എടുത്തിട്ട് ഇതിലേക്ക് നിൽക്കുവാണ്. ജോലി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഓട്ടോകാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലായിരുന്നു. അവിടെ പാർട്ട് ടൈം ജോലിയായിരുന്നു. അപ്പൊ ഞാൻ ആ ബാക്കിയുള്ള സമയത്ത് ഇതുപോലെ വണ്ടികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഓർഡർ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ ലോങ് ലീവ് എടുത്തിട്ട് ഇത് മാത്രമായിട്ട് അങ്ങനെ നിൽക്കും. ഏതാ കുറച്ചുകൂടി ബെറ്റർ? അതായത് ഇങ്ങനെ നമ്മുടെ പാഷൻ അനുസരിച്ച് നിൽക്കുന്നതാണോ അതോ ഒരു ഓഫീസ് ജോബ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണോ? പാഷൻ അനുസരിച്ച് നിൽക്കുന്നത്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തൊരു 10 രൂപ കിട്ടുന്നത് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തിട്ട് 100 രൂപ കിട്ടുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ടൈമും കാര്യങ്ങളൊക്കെ ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അനുസരിച്ച് ടൈമും കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് മറ്റേതൊന്നും ഒരാളുടെ കീഴിലാകുമ്പോൾ ഇന്നത് ചെയ്യണം. നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിൽ പോലും നമുക്കത് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ സമയത്തിനുള്ളിൽ. പക്ഷെ ഇത് നമ്മുടെ ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിലും ചെയ്ത് കാണുമ്പോൾ ഉള്ളൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും. ഇപ്പൊ രാകേഷിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ കുട്ടികളുടെ ആ ഒരു വാഹനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ MVDയുടെ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ടല്ലോ, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സീറ്റും കാര്യങ്ങളും ഒക്കെ വേണം എന്നൊക്കെയുള്ളത്. അത് എങ്ങനെയാ രാകേഷ് നോക്കിക്കാണുന്നത്? അതായത് ബാക്കിലിരുന്നാലും എന്താ പറയാ, കുട്ടികൾക്ക് പ്രത്യേകം സീറ്റ് വേണം എന്നാണ് പറയുന്നത്. എനിക്കൊന്നും ഡിസംബർ തൊട്ടിട്ട് അത് പ്രാബല്യത്തിൽ വരണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. എന്നാലും രാകേഷിന്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിച്ചാ. ശരിക്കും അതൊരു നല്ല കാര്യമാണ്. പിന്നെ സാധാരണക്കാർക്ക് ചിലപ്പോ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സീറ്റ് മേടിക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് ആവും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം വെച്ചിട്ട് റോഡൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു സാധനം വെക്കുന്നത് നല്ലതായിരിക്കാം. കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ അതിന്റേതായ ഒരു കെയറിങ് കൊടുക്കണം. അതാണ് രാകേഷിന്റെ വ്യൂ. എന്തായാലും രാകേഷ് ഒരുപാട് താങ്ക് യു. എന്താ പറയാ, ചാനലും ഈ ഒരു ഗ്യാരേജിൽ ഒരുപാട് വണ്ടികൾ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.